വിവാദം കൊണ്ട് ശ്രദ്ധ നേടിയ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാം സ്ഥാനത്തായിരുന്നു. KPACയുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രചാരണത്തിന് പകരം LDF UDF സ്ഥാനാർത്ഥികൾ നാടകം കളിക്കുകയാണെന്ന് NDA സ്ഥാനാർത്ഥി ആരോപിച്ചു. CPIയിൽ നിന്ന് BDJസിലെത്തിയ തമ്പി മേട്ടുതറയാണ് NDAയുടെ കായംകുളത്തെ സ്ഥാനാർത്ഥി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെ ആയിരുന്നു. നിയമസഭയിൽ രണ്ടാം തവണയാണ് മത്സരിക്കുന്നത്. കായംകുളത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ചാനലുകളിലൊക്കെ അങ്ങനെ സജീവമായിട്ട് നിൽക്കുകയാണ്. വിവാദത്തിലൊക്കെ പെടാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണോ? കായംകുളത്തെ രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഏറ്റവും നല്ല പ്ലേസ് ഇവിടെ നാടകത്തെ അഭിനയിക്കുന്നതിൽ KPAC ഇരിക്കുന്ന സ്ഥലമാണ്. പണ്ടത്തെ കേരളം മുഴുവൻ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട KPAC എന്ന് പറഞ്ഞ ഒരു നാടക സ്ഥലം നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നല്ല രണ്ട് അഭിനയം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പല പോർഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും ഇപ്പോൾ കരച്ചിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നമ്മൾ റിയൽ ലൈഫും റിയൽ സ്റ്റോറിയായി പോകുന്നതല്ലേ നല്ലത്. അത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളെ യഥാർത്ഥ വികസനം, കായംകുളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യപ്പെടാൻ അതുവേണ്ടി മാത്രം ജനങ്ങളെ കണ്ട് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളോടൊപ്പം നിന്ന് ആ കാര്യങ്ങൾ സംസാരിക്കുന്ന തിരക്കിലാണ് ഞാൻ ഇതിലേക്ക് ഒന്നും ഒരു വിഭാഗത്തിലേക്ക് ഇതുവരെ പോകുന്നില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP അല്ലെങ്കിൽ NDA രണ്ടാം സ്ഥാനത്ത് വന്ന സ്ഥലമാണ്. ആ നേട്ടം അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് ഈ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? രണ്ടാം സ്ഥാനത്തല്ല, ഞങ്ങൾ വിജയിക്കാൻ പോയാണ് ഈ മണ്ഡലം. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞ വിവരം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കായംകുളം മണ്ഡലം നമ്മൾ ജയിക്കാൻ പോകുന്ന മണ്ഡലമാണ്, അത് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊള്ളണം എന്ന് പറഞ്ഞ രീതിയിൽ അത് പറയുമ്പോൾ അത്ര ഗൗരവത്തോടെ ഈ മണ്ഡലത്തെ കാണുന്നു. സ്ഥാനാർത്ഥി എന്ന തരത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ ഞങ്ങളുടെ കമ്മിറ്റികൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ താഴെ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രതീകമാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളും കരച്ചിൽ മത്സരം നടത്തുന്നത്. എന്താണ്? അവർക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു. ഈ മണ്ഡലത്തിലെ NDAയുടെ വിജയം അവർ ഭയക്കുന്നു. അവർ അതിനുവേണ്ടി രണ്ട് സൈഡിൽ നിന്ന് അപ്പുറം ഇപ്പുറം കരയുകയാണ്. അപ്പോൾ അതല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഈ കരച്ചിൽ നിങ്ങളിപ്പം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രതിഭാകരി ഒരു മാധ്യമ പ്രവർത്തകയെ വളരെ മോശമായി ആക്ഷേപിച്ചുകൊണ്ട് എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്ന് ഈ പാർട്ടിക്കാരോ പ്രത്യേകിച്ച് സംസ്കാര നായന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ മാധ്യമപ്രവർത്തകർ, നിങ്ങളുടെ കൂടെ ഒരു സഹപ്രവർത്തകയല്ലേ വളരെ മോശമായി, ഞാൻ ആ ഭാഷ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല, വളരെ മോശമായി പറഞ്ഞിട്ടില്ലേ? അതിനെക്കുറിച്ച് എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് പൊതു സമൂഹത്തിൻ്റെ അഭിപ്രായം? അത് നിങ്ങൾ തിരക്ക്. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം വിശകലനം ചെയ്യണ്ടേ? ഓരോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയല്ലാതെ കരച്ചിലൊക്കെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. അത് വേദനയുള്ളപ്പോൾ കരയണം, പക്ഷേ അഭിനയിക്കാനും നമുക്കറിയില്ല. അപ്പം എല്ലാവിധമായ വിജയാശംസകളും.